എന്തൊക്കെ വിശേഷം? സുഖം തന്നെയല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ജോഗ്രഫി ക്ലാസ് എടുത്തോണ്ടൊക്കെയാണ്. ഓക്കെ, അപ്പൊ നമ്മള് അടുത്തതായിട്ട് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് നീങ്ങാൻ പോകുന്നതാണ് അല്ലെ. അപ്പൊ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്ററിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഈസി ആണ് ടീച്ചർ പറയാം. ഓക്കെ, കുറച്ചും കൂടി നിങ്ങൾക്ക് എന്താ മീൻസ് എളുപ്പമായിരിക്കും പഠിക്കാൻ, മറ്റേതുപോലെ അത്ര വലിച്ചു നീട്ടുന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ദാറ്റ് ഇസ് നെയിം ഇസ് ക്ലൈമാറ്റിക് region and climate change. Okay, so ഈ climatic region and climate change ഉള്ള ആ ചാപ്റ്ററിന്റെ ഹെഡിങ്ങിലേക്ക് പോവാം. ദാറ്റ് ഇസ് ചാപ്റ്റർ ടൈറ്റിലേക്ക് പോവാം. എന്താ സംഭവം? ക്ലൈമാറ്റിക് റീജിയൻ. ഓക്കെ, ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ മെയിൻലി 2 സെക്ഷൻസ് ആണ്. നമ്മളെ പേരുള്ളത് പോലെ തന്നെ ഇവിടെ എന്താ പേര് രണ്ടായിട്ട് ഭാഗിച്ചിട്ടില്ല, ആൻഡ് വെച്ചിട്ട് ക്ലൈമാറ്റിക് റീജിയൻ ഒന്ന്, ക്ലൈമാറ്റിക് ചേഞ്ച് ഒന്ന്. അതുപോലെ തന്നെ ഈ ചാപ്റ്റർ അങ്ങനെ തന്നെയുള്ളത്. ക്ലൈമാറ്റിക് റീജിയൻ ഒരു സെക്ഷൻ, ക്ലൈമറ്റ് ചേഞ്ച് ഒരു സെക്ഷൻ. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലൈമാറ്റിക് റീജിയനെ കുറിച്ചാണ്. ഓക്കെ, സോ എന്ത് ഈ ക്ലൈമാറ്റിക് റീജിയൻ? മക്കളെ, ഇവിടെ ടീച്ചർ 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവിടെ ഈ പിക്ചർ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഉള്ളത് ടീച്ചർ ഏകദേശം ഒരു കണ്ടാ മനസ്സിലാവും ഡെസേർട്ടിന്റെ പിക്ചർ ആണ്. യെസ്, ദിസ് ഇസ് എ ഡെസേർട്ട്, റൈറ്റ്? അറിയാം. ഇവിടെയാണെങ്കിൽ ഇറ്റ് ഇസ് എ പോളാർ റീജിയൻ അല്ലെ. ഏതൊരു പോളാർ റീജിയൻ ഇത് മീൻസ് സ്നോഫോൾ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ എന്റെ ചോദ്യം മക്കളെ, ഈ പറയുന്ന ഡെസേർട്ട് റീജിയനില് ഉള്ള ക്ലൈമറ്റ് ഏതാണ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഏതൊരു പൊട്ടനും പറയാൻ പറ്റും, ഇറ്റ് ഈസ് ഹോട്ട് ക്ലൈമറ്റ് അല്ലെ, ഭയങ്കര ചൂടാണെന്ന് പറയും. ഇനി ഇവിടുത്തെ ക്ലൈമാറ്റിക് റീജിയൻ നിങ്ങളോട് ചോദിച്ചു മീൻസ് ക്ലൈമറ്റ് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ പറയും പോളാർ റീജിയനില് തണുപ്പാന്ന് പറയും, ദാറ്റ് ഇസ് കൂൾഡാന്ന് പറയും. ഒരു മനുഷ്യന് പറയില്ലല്ലോ പോളാർ റീജിയനിൽ ഹോട്ടാണ് അല്ലെങ്കിൽ ഡെസേർട്ട് റീജിയനിൽ കോൾഡാണ്. ഇല്ല, അവിടെ ഈ ഒരു സ്ഥലത്തുള്ള ക്ലൈമാറ്റിക് റീജിയൻ ആണ് കോൾഡും ഹോട്ടും. നേരെ മറിച്ച് ഞാൻ ചോദിക്കുന്നത് തലശ്ശേരിന്റെ ക്ലൈമാറ്റിക് റീജിയൻ ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? തലശ്ശേരിയുടെ ക്ലൈമറ്റ് ഏതാ? ഇന്ന് മഴയാണെങ്കിൽ ഒരു മാർച്ച് എത്തിയ ചൂടാവും, പിന്നെ ഒരു ഡിസംബർ എത്തിയാൽ ഏകദേശം ചെറിയ തണുപ്പ് വരും. അവിടെ നമ്മുടെ ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരെ മറിച്ച് ഈ പറയുന്ന സ്ഥലങ്ങളിൽ എത്രയോ വർഷങ്ങൾ, ഒരു 40-50 വർഷമായി ഇതേ ക്ലൈമറ്റ് തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓക്കെ, അങ്ങനെയുള്ള സ്ഥലങ്ങളെ വിളിക്കുന്ന പേരാണ് ക്ലൈമാറ്റിക് റീജിയൻ. ദാറ്റ് ഈസ് എത്രയോ വർഷമായി ഒരേ ക്ലൈമറ്റ് കണ്ടിന്യൂ ചെയ്തു പോകുന്ന സ്ഥലങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? ക്ലൈമാറ്റിക് റീജിയൻ. സോ എന്താ ഡെഫിനിഷനിലേക്ക് പോയാലോ? നോക്കാം. സോ ഇവിടെ ശ്രദ്ധിച്ചു മക്കളെ, നമ്മുടെ എന്താണ് ക്ലൈമാറ്റിക് റീജിയൻ നോക്കോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എ ക്ലൈമാറ്റിക് റീജിയൻ ഇസ് ആൻ എക്സ്റ്റെൻസീവ് ജോഗ്രഫിക്കൽ ഏരിയ. ഒരു വലിയൊരു ഏരിയ ആണ് അല്ലെങ്കിൽ ഒരു സ്ഥലം. ഓക്കെ, ക്ലൈമാറ്റിക് റീജിയൻ എന്താണ്? ഒരു വലിയ സ്ഥലമാണ്. അവിടെ എന്താണ്? സിമിലർ ക്ലൈമറ്റ് ആണ്. ഓക്കെ, ഒരേപോലത്തെ ക്ലൈമറ്റ്. ചൂടാണെങ്കിൽ ചൂട് തന്നെ, കുറെ വർഷം ചൂട് തന്നെ. തണുപ്പാണെങ്കിൽ തണുപ്പ് തന്നെ. ഓക്കെ, അതേപോലെ സിമിലർ ക്ലൈമറ്റ് കാണാൻ പറ്റുന്നത്, ഒബ്സർവ് ചെയ്യുന്ന എത്രയോ വർഷങ്ങളായി അതന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന സ്ഥലങ്ങളെ വിളിക്കുന്ന പേരാണ് ക്ലൈമാറ്റിക് റീജിയൻ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്തും പറയാം, മീൻസ് ടെമ്പറേച്ചർ ആയിക്കോട്ടെ, പ്രസിപ്പിറ്റേഷൻ മഴ, സ്നോഫോൾ പോലുള്ള സംഭവങ്ങൾ. ഓക്കെ, അതെല്ലാം വെച്ചിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും? ഈ പറഞ്ഞ ടെമ്പറേച്ചർ വെച്ചിട്ടും അതേപോലെ തന്നെ മഴ കാര്യങ്ങൾ വെച്ചിട്ട് എന്താക്കാം? നമ്മുടെ ലോകത്തിന്, വേൾഡിനെ പലതരം ക്ലൈമാറ്റിക് റീജിയനായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 8 ക്ലൈമാറ്റിക് റീജിയൻ പഠിക്കാനുണ്ട്. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതും ഈ 8 ക്ലൈമാറ്റിക് റീജിയനെ കുറിച്ചാണ്. ഓക്കെ, സോ ഇവിടെ ജസ്റ്റ് ടീച്ചർ ആദ്യം ഒന്ന് വായിച്ചു തരാം ക്ലൈമാറ്റിക് റീജിയൻസിന്റെ പേരുകൾ. ഓക്കെ, ആ പേരുകള് ആദ്യം ജസ്റ്റ് ഒന്ന് എന്റെ മക്കൾ വായിക്കാം, പഠിക്കില്ല. ഓക്കെ, മെല്ലെ മെല്ലെ നമുക്ക് പഠിക്കാം. ഓരോ ക്ലാസ് ചെയ്യുന്നവരും ഓരോന്ന് പറ്റിയിട്ടും പഠിക്കാം. ഓരോരോ പേരും ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പഠിക്കും. ഓക്കെ, ആണ് നിങ്ങൾ ഈ ആദ്യം പഠിക്കുന്ന മെനക്കേട് ഉണ്ടാവില്ല. ഓക്കെ, സോ ജസ്റ്റ് ടീച്ചർ വായിച്ചു തരാം ക്ലൈമാറ്റിക് റീജിയന്റെ 8 പേരുകൾ. ഫസ്റ്റ് വൺ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ, സെക്കൻഡ് വൺ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ, തേർഡ് വൺ സവാന ക്ലൈമാറ്റിക് റീജിയൻ, ഹോട്ട് ഡെസേർട്ട്, ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്, മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ, ടൈഗ റീജിയൻ ആൻഡ് തുൻഡ്ര റീജിയൻ. ഓക്കെ, അപ്പൊ എന്റെ മക്കള് പഠിക്കില്ല. ഓക്കെ, ദാറ്റ് ഈസ് ഈ 8ന്റെ പേര് ഇപ്പം പഠിക്കില്ല. ഇപ്പം പഠിക്കേണ്ട എന്ത് മാത്രം? വാട്ട് ഈസ് ക്ലൈമാറ്റിക് റീജിയൻ? ഈ ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെക്കാം. എന്താണ് ക്ലൈമാറ്റിക് റീജിയൻ? എന്താ? ഇറ്റ് ഈസ് an extensive geographical area where there is similar climate. Okay, geographical area extensive ആയിരിക്കണം, അവിടെ similar climate കൂടി ഉണ്ടെങ്കിൽ that is called climatic region. And here there are 7 climatic region.
സോറി 7, 8 എന്ന് കാണിച്ചിട്ട് 7 ടീച്ചർ, സോറി 8 ക്ലൈമാറ്റിക് റീജിയൻ. ഓക്കെ, 8 ക്ലൈമാറ്റിക് റീജിയൻ ആണ് ഈ ഒരു ലോകത്തുള്ളത്. ഓക്കെ, എന്നാ വല്ല നമുക്ക് ഓരോന്നിലേക്ക് പോയാലോ, നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ആദ്യത്തെ ക്ലൈമാറ്റിക് റീജിയൻ നമ്പർ 1, ഓക്കെ, ദാറ്റ് ഈസ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കിയാലോ, പഠിച്ചാലോ? ഓക്കെ, നോക്കാം. സോ എന്താണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനെ പറ്റിയിട്ട് ടീച്ചർക്ക് ആദ്യം പറയാനുള്ളത്? ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് മീൻസ് ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്, വേൾഡ് മാപ്പ് അല്ലെ. ഈ വേൾഡ് മാപ്പിൽ നോക്കിയാട്ടോ മക്കളെ, ഇത് മൊത്തത്തിൽ നമ്മുടെ ഓരോ കൺട്രീസ് ആണ്, വേൾഡിലെ ഓരോ കൺട്രീസ് ഉണ്ട്. അവിടെ ഏറ്റവും നടുക്കൂടെ ഒരു ലൈൻ പാസ് ചെയ്യുന്നതാണല്ലേ മക്കളെ, അത് നമ്മൾ എന്ത് പറയും? ഇക്വേറ്റർ എന്ന് പറയും. എന്താ പറയാ? ഇക്വേറ്റർ. അങ്ങനെയാണെങ്കിൽ ഇക്വേറ്ററിന്റെ കുറച്ച് മീൻസ് എന്താ ഈ പറഞ്ഞാ മക്കളെ, ഇവിടെ ഈ മാപ്പിൽ പച്ച ഷെയ്ഡില് ഒരു ഏരിയ കാണുന്നുണ്ടോ? ദാറ്റ് ഈസ് ഇവിടെ പച്ചയുണ്ട്, ഇവിടെ പച്ചയുണ്ട്, ഇവിടെ പച്ചയുണ്ട്. ഈ പച്ചകൾ കാണുന്ന സ്ഥലമാണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ഓക്കെ, ആ പച്ച എവിടെ കാണുന്നോ അതാണ് എന്ത്? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം ഡിഗ്രിയുടെ നടുക്കാതുള്ളത് നോക്കാം. സോ ഇത് 0 ഡിഗ്രി ആണെങ്കിൽ ഏറ്റവും മേലെയായിട്ട് നോക്കിക്കോ, നമ്മുടെ 10 ഡിഗ്രി ഇവിടെയുണ്ട്. 10 ഡിഗ്രിയിൽ ഒരു ലൈൻ ഇങ്ങനെയും പോകുന്നുണ്ട്, ഇങ്ങനെ ഒരു ലൈൻ പോകുന്നുണ്ട്, ഇങ്ങനെ ഒരു ലൈൻ പോകുന്നുണ്ട്. സോ ഈ 10ന്റെയും നടുക്ക് വരുന്ന ഈ റീജിയൻ ആണ് എന്ത്? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. അതെങ്ങനെ മക്കൾ എഴുതും നോക്കിക്കോ. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ഇസ് ബിറ്റ്വീൻ 10 ഡിഗ്രി നോർത്ത് ആൻഡ് 10 ഡിഗ്രി സൗത്ത്. ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്, ഇത് സദേൺ ഹെമിസ്ഫിയർ ആണ്. ഓക്കെ, സോ ആ രീതിയിൽ അതിന്റെ നടുക്ക് കിടക്കുന്നതാണ് എന്ത്? ഈ പറഞ്ഞ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ഫസ്റ്റ് പോയിന്റ് കിട്ടിയില്ലേ? ഓക്കെ, അങ്ങനെ ഇങ്ങനെയുള്ള പോയിന്റ്സ് ആണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ ഈ രീതിയിലാണ് നിങ്ങൾ എഴുതേണ്ടത്. അല്ലെ ചോദിക്കും, വാട്ട് ഇസ് ദ ലാറ്റിറ്റ്യൂഡ് ഓഫ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ? ഏതാ? ബിറ്റ്വീൻ 10 ഡിഗ്രി നോർത്ത് ആൻഡ് 10 ഡിഗ്രി സൗത്ത്. സിമ്പിൾ. ഓക്കെ, സോ അപ്പം അതായി. ഇനി അടുത്ത് നോക്കി മക്കളെ, ഇവിടെ എന്താ കാണുന്ന എന്റെ മക്കള്? ഇവിടെ സൂര്യൻ ഉണ്ട് അല്ലെ, ഇതെന്റെ വട്ടത്തിലുള്ള ഭൂമിയുണ്ട് അല്ലെ, ഏർത്ത് ഉണ്ട്. എന്റെ സണ്ണിന്റെ റേ ഇങ്ങനെ വന്ന് വീഴുന്നില്ലേ? ഓക്കെ, സണ്ണിന്റെ റേ, പക്ഷെ എന്റെ ചോദ്യം, ഈ ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെയാണോ വന്ന് വീഴുന്നത്? അല്ല. എങ്ങനെയാ? ഇവിടെ സണ്ണിന്റെ സ്ട്രെയിറ്റ് വരുന്ന സ്ഥലത്ത് നല്ലോണം വെളിച്ചം കിട്ടും, അല്ലെങ്കിൽ നല്ലോണം ചൂട് കിട്ടും. നേരെ മറിച്ച് മേലോട്ടേക്ക് പോകുന്നേരോ ചെരിഞ്ഞിട്ടാ കിട്ടുന്നത്. എന്തായിട്ട് കിട്ടുന്നത്? ചെരിഞ്ഞിട്ട്. സോ അവിടെ തന്നെ എന്തായി? ചൂടിൽ വ്യത്യാസം വന്ന് ഇവിടെ കിട്ടുന്ന പോലെയുള്ള ചൂട് ഇവിടെ കിട്ടണമെന്നില്ല. അപ്പം നമുക്ക് എന്ത് പറയാം? സൺ റേസ് ഫോൾ വേർട്ടിക്കലി. ഓക്കെ, എന്താണ് ഈ സണ്ണിന്റെ റേസ്? എന്താണെന്നുണ്ട്? എന്റെ ഭൂമിയുടെ മേലെ വേർട്ടിക്കലി എന്ന് വെച്ചാൽ നേരെ വന്ന് വീഴുന്നുണ്ട്. ഏത് ഭാഗത്ത്? നമ്മുടെ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ഞാൻ പറഞ്ഞ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എവിടെയാ? നമ്മളെ ഭൂമി വരച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയുടെ തൊട്ട് നടുക്ക്, ഇക്വേറ്ററിന്റെ തൊട്ട് മേലെയും താഴത്തും കിടക്കുന്ന സ്ഥലമാണ് എന്ത്? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നന്നായിട്ട് എന്ത് കിട്ടുന്നുണ്ട്? ചൂട് കിട്ടുന്നുണ്ട്, വേർട്ടിക്കലി സൺറേ വന്ന് വീഴുന്നുണ്ട്. എന്നാൽ എന്താ സംഭവിക്കുക? അവിടെ എന്താ സംഭവിക്കുക? ഇവിടെ ഈ ഭാഗത്ത് സൂര്യന്റെ റേസ് ഡയറക്ട്ലി വന്ന് വീഴുന്നോണ്ട് എന്താവും? എന്റെ ഈ ഭാഗത്ത് മൊത്തം എന്തുണ്ടാവും? കുറെ വെള്ളവും കാര്യങ്ങളും ഉണ്ടാവൂലേ? ഗ്രൗണ്ടിലും വെള്ളം ഉണ്ടാവും, എന്നാൽ ഓഷ്യൻ, റിവർ, പോണ്ടിലെല്ലാം വെള്ളം ഉണ്ടാവും. അവിടെ നല്ല എന്താവും? ഈ ഭയങ്കര ചൂട് കാരണം, ചൂട് ഇങ്ങനെ അടിക്കുന്ന കാരണം എന്താവും? അവിടെ നിന്നെല്ലാം ഇവാപറേഷൻ നടക്കും. ദാറ്റ് ഈസ് നീരാവിയായിട്ട് വെള്ളം പോകും. ഓക്കെ, ഈ നീരാവിയിലായിട്ട് പോകുന്ന വെള്ളം ഏടത്തേക്കാ പോകുന്നേ? മേലേല് ആകാശത്തേക്ക് ക്ലൗഡ് ഉണ്ടാവും. ഓക്കെ, ആ ക്ലൗഡ് പിന്നെന്താവും? ക്ലൗഡ് കുന്നുകൂടി ലാസ്റ്റ് മഴയായി പെയ്യും. ഓക്കെ, സോ ഇവിടുന്നെല്ലാം എന്താവും? ചൂട് കാരണം മേലെ പോകുന്നു, ക്ലൗഡ് ഉണ്ടാവുന്നു, മഴ പെയ്യുന്നു, മേലെ പോകുന്നു, ക്ലൗഡ് ഉണ്ടാവുന്നു, മഴ പെയ്യുന്നു. സോ അതെന്താവും? ഈ പ്രോസസ്. ഓക്കെ, ദാറ്റ് ഈസ് ഭയങ്കര ചൂട് കാരണം മേലേക്ക് വെള്ളം പോകുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് കൺവെക്ഷൻ. എന്താണ് പറയാ? കൺവെക്ഷൻ എന്ന് പറയും. ഓക്കെ, സോ ഇവിടെ എന്താണ്? ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, അതുകൊണ്ട് തന്നെ മേലോട്ടേക്ക് വെള്ളം പോകുന്നു. സോ അതിനെ പറയും കൺവെക്ഷൻ. ആൻഡ് ദിസ് കൺവെക്ഷൻ കാരണം എന്താവും? റെയിൻഫോൾ ഉണ്ടാവുന്നു. അതിനെയാണ് കൺവെക്ഷണൽ റെയിൻഫോൾ എന്ന് പറയുന്നത്. കൺവെക്ഷൻ കാരണം ഉണ്ടാകുന്ന റെയിൻഫോൾ കൺവെക്ഷണൽ റെയിൻഫോൾ. സോ എന്താണ് കൺവെക്ഷൻ? ഈ പറഞ്ഞ ഭയങ്കര ചൂട് കാരണം, ദാറ്റ് ഈസ് വേർട്ടിക്കലി സണ്ണിന്റെ റേസ് അടിക്കുന്നതുകൊണ്ട് ചൂട് വല്ലാണ്ട് ഇവിടെ കൂടുതലാണ്. ചൂട് വല്ലാണ്ട് കൂടുതലായതുകൊണ്ട് തന്നെ എന്താ? അവിടെ കൺവെക്ഷൻ വല്ലാണ്ട് നടക്കും. കൺവെക്ഷൻ വല്ലാണ്ട് നടക്കുന്നതുകൊണ്ട് കൺവെക്ഷണൽ റെയിൻഫോൾ ഉണ്ടാവും. ഓക്കെ, സോ കൺവെക്ഷണൽ റെയിൻഫോൾ ഉണ്ടായി. അതുകൊണ്ട് ഇവിടെ എന്താണ്? എപ്പോഴും ഹൈ ടെമ്പറേച്ചറും ആണ്,
ഹൈ റെയിൻഫോളും ആണ്. നല്ല ചൂടും ഉണ്ടാവും, നല്ല മഴയുണ്ടാവും, കാലാകാലം. ഓക്കെ, നിൽക്കൂല. ഓക്കെ, അങ്ങനെയാകുമ്പോ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നല്ല മഴയാണ്, നല്ല വെയിലാണ്. ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കാ? മനുഷ്യന്മാർക്കാ? അല്ല. മൃഗങ്ങൾക്കാ? അല്ല. ഏറ്റവും കൂടുതൽ ഈ ഒരു കാലാവസ്ഥ, നല്ല ചൂടും നല്ല വെയിലും നല്ല മഴയും ഇഷ്ടപ്പെടുന്നത് പ്ലാന്റ്സിനും ട്രീസിനും ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സ്ഥലത്ത് എന്താ, നല്ല പച്ച പിടിച്ച് കിടക്കുന്ന ഫോറസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അവിടെ ഒരിക്കലും വാടൂല. കാരണം എന്താ, അവിടെ മഴ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലോ അവിടെ വെയിലും കിട്ടുന്നോണ്ട് ഫോട്ടോസിന്തസിസ് എല്ലാം നടന്ന് നല്ല പച്ച പിടിച്ച് കിടക്കും. അതുകൊണ്ട് തന്നെ പച്ച പിടിച്ച് കിടക്കും, അതും കാലാകാലം. നമ്മൾ പറയില്ലേ ചില ഭാര്യ ഭർത്താക്കന്മാർക്ക് എവർഗ്രീൻ കപ്പിൾസ്. എന്തുകൊണ്ടാ? എപ്പോൾ ഉറക്കാണ് ഒരേപോലെ ഉണ്ടായത്. ഓക്കെ, ഒരിക്കലും എന്താവില്ല, വയസ്സാവില്ല. അതേപോലെ ഇത് ഒരിക്കലും എന്താവില്ല, വാടിപ്പോവാത്ത എപ്പോഴും പച്ച പിടിച്ച് കിടക്കുന്ന ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഫോറസ്റ്റിന് പറയും എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയും. എന്താ പറയാ? എവർഗ്രീൻ ഫോറസ്റ്റ്. കാരണം എന്താ? മെയിൻ റീസൺ ബിക്കോസ് ദർ ഇസ് ഹീറ്റ് ആൻഡ് മോയ്സ്ചർ. ഹൈ ടെമ്പറേച്ചർ ഉണ്ട്, ഹൈ റെയിൻഫോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താ, ഇവിടെ എവർഗ്രീൻ ഫോറസ്റ്റ് കാണപ്പെടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഫോറസ്റ്റ് റീജിയൻ ആണെങ്കിൽ മെയിൻലി അവിടെ ആരാ മനുഷ്യന്മാരായിട്ടുണ്ടാ? യെസ്, കാട്ടുവാസികൾ ഉണ്ടാവും അല്ലെ? ആദിവാസികളിലെ കാട്ടുവാസികൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അവരെ നമ്മൾ കോമൺലി വിളിക്കും ട്രൈബ്സ് എന്ന് വിളിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ആദിവാസികൾ വിളിക്കുന്ന പേരാണിത് ട്രൈബ്സ്. അപ്പം ഇവിടെയുള്ള ട്രൈബിന് ഒരു പേരുണ്ട്, ദാറ്റ് ഈസ് പിഗ്മി ട്രൈബ്. എന്താണ്? പിഗ്മി ട്രൈബ്. മനസ്സിലായോ മക്കളെ? സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനെ കുറിച്ച് പഠിക്കാനുള്ളത്. ജസ്റ്റ് ഒന്നും കൂടി പറഞ്ഞുതരാം, നോക്കോ. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ലാറ്റിറ്റ്യൂഡ് 10 ഡിഗ്രി നോർത്ത്, 10 ഡിഗ്രി സൗത്ത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെന്താണ്? സണ്ണിന്റെ റേ ഡയറക്ട്ലി എർത്തിന്റെ മേലെ വന്ന് വീഴുന്നു. സൺ റേസ് ഫാൾ വെർട്ടിക്കലി ആൻഡ് ഇറ്റ് കോസസ് വാട്ട്? ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവുന്നു. ഹൈ ടെമ്പറേച്ചർ കാരണം കൺവെക്ഷൻ ഉണ്ടാവുന്നു. കൺവെക്ഷൻ കാരണം കൺവെക്ഷണൽ റെയിൻഫോൾ ഉണ്ടാവുന്നു. അത് കാരണം എന്താ സംഭവിക്കുന്നത്? ഇവിടെ കാലാകാല മഴ, നല്ല റെയിൻഫോൾ, നല്ല ടെമ്പറേച്ചർ, ആൻഡ് സോ ഇറ്റ് ബിക്കംസ് എവർഗ്രീൻ ഫോറസ്റ്റ്. കാലാകാലം നല്ല പച്ച പിടിച്ച് കിടക്കുന്നത് കാടുണ്ടാവും. അതുകൊണ്ട് തന്നെ കാട്ടിലാരുണ്ടാവും? കാട്ടിലാദിവാസികൾ, ട്രൈബ്സ് ഉണ്ടാവും. അവർ വിളിക്കുന്ന പേരാണ് പിഗ്മി ട്രൈബ്. സെറ്റിൽ മക്കളെ? സോ ദിസ് ഇസ് അവർ ഫസ്റ്റ് ക്ലൈമാറ്റിക് റീജിയൻ. എന്താ പേര്? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. സെറ്റ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിംഗ് ടു ദ സെക്കൻഡ് ക്ലൈമാറ്റിക് റീജിയൻ. ഏതാ മക്കളെ? യെസ്, ദാറ്റ് ഈസ് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ. ഒന്ന് പറഞ്ഞു കേട്ടോ, രണ്ട് ക്ലൈമാറ്റിക് റീജിയൻ ഏതെല്ലാം പഠിച്ചിപ്പം? ഫസ്റ്റ് വൺ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ആൻഡ് സെക്കൻഡ് വൺ ഇസ് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ. എന്താ സംഭവം നോക്കാലോ. അപ്പം ഈ മൺസൂൺ, ഓക്കെ, മൺസൂൺ എന്നുള്ള പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേരാണ് അല്ലെ? എന്താ ഈ മൺസൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഓൾറെഡി കേട്ട് പരിചയമുള്ള ഒരു പേരാണ്. എന്തായാലും നിങ്ങൾ പറയും മൺസൂണിലെ മഴ അല്ലെ? മൺസൂൺ റെയിൻ എന്ന് പറയും. പക്ഷേ ശരിക്കും പറഞ്ഞ മൺസൂൺ റെയിൻ ആണോ? നോ, മൺസൂൺ ഇസ് എ വിൻഡ്. ഓക്കെ, മൺസൂൺ എന്താണ്? വിൻഡ് ആണ്. അതിന് മുന്നേ നമുക്കൊന്ന് ജസ്റ്റ് എന്താ ഈ പറഞ്ഞ ക്ലൈമാറ്റിക് റീജിയൻ എവിടെയാ കിടക്കുന്നതെന്ന് നോക്കിയാലോ. നോക്കോ, ഇവിടെ കണ്ടോ മക്കളെ, ഇത് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയന്റെ ഒരു ഗ്രാഫാണ്. ഗ്രാഫ് അല്ല, സോറി, ചാർട്ട് എന്നല്ല, വായിലിരുന്ന് മാപ്പാണ്. ഓക്കെ, സോ ഈ മാപ്പില് നോക്കിയാട്ടെ, ഇവിടെ കണ്ട ബ്ലൂ ഷെയ്ഡിൽ കൊടുത്ത സ്ഥലങ്ങള്, ആ പറഞ്ഞ സ്ഥലങ്ങളാണിത് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ. അപ്പൊ ഏകദേശം നോക്കിയാട്ടെ, ഈ 0 ഡിഗ്രിന്റെയും 23.5 നടുക്കായിട്ടാണ് ഈ പറഞ്ഞ സ്ഥലം കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു പോയിന്റ് അവിടെ തന്നെ കിട്ടി. 23.5 ഡിഗ്രി നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും നടുക്ക് കിടക്കുന്ന സ്ഥലമാണ് എന്ത്? ഈ പറഞ്ഞ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ. ഇനി ഇവിടെ ഈ മാപ്പ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇവിടെ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഇല്ല. പക്ഷേ അതുള്ള സ്ഥലം നോക്കിയാട്ടെ, ഒന്ന് ഈ എല്ലാം പോയി. ഓക്കെ, ഒന്ന് ഇവിടെ, ദാറ്റ് ഈസ് കടലിനോട് ചേർത്ത് കിടന്നിട്ട്. മറ്റേത് ഈട നടുക്കില്ലേ, ഇതിന്റെ നടുക്കില്ല, പക്ഷെ കടലിന് അടുത്ത് കിടക്കുന്ന സ്ഥലത്തുണ്ട്. ഇതിന്റെയും നടുക്കില്ല, പക്ഷെ ഈട നടുക്കില്ല, പക്ഷെ കടലിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലത്തുണ്ട്. കടലിനോട് അടുത്ത് സ്ഥലമുണ്ട്, ഇവിടെയും ഉണ്ട്. ഇതും കടലിനടുത്ത്. ഇതെല്ലാം കണ്ട ഒരു കോമൺ ഫീച്ചർ ഉണ്ട്. എന്താ അത്? അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ? മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ എവിടെ ഉണ്ടാന്? കടലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് ഉണ്ടാവുക. ആ ഒരു ഐഡിയ കിട്ടിയില്ലേ അല്ലെ? ഒരിക്കലും നടുക്ക് ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അതാണ് ഇനി എന്റെ ക്വസ്റ്റ്യൻ. നോക്കാം നമുക്ക് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഓക്കെ മക്കളെ, ഇവിടെ നോക്കിയാട്ടെ, ഇവിടെ
ടീച്ചർ മീൻസ് നമ്മളിപ്പോ മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ വേൾഡ് മൊത്തം എടുക്കുന്നതിന് പകരം ജസ്റ്റ് നമുക്ക് നമ്മുടെ സ്വന്തം ഇന്ത്യ എടുത്താലോ? ഓക്കെ, സോ ഈഡിയൻ ടീച്ചർ ഇന്ത്യൻ, ഈടെ ഇപ്പൊ ഇന്ത്യ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാത്ത കാരണം ഇവിടെ ബാക്കി ഇതും കൂടി മേർജ് ചെയ്തിട്ടുള്ളത്, ഇന്ത്യ പ്രത്യേകം എടുത്ത് കാണിക്കാത്തോണ്ട് ഈ ടീച്ചേഴ്സ് ഒരു ഇന്ത്യ വരച്ചേ കണ്ടാ, ഇപ്പൊ ഇന്ത്യയില്ലേ അല്ലേ? ഇത് ഇന്ത്യ അല്ലേ? കണ്ടാ, അപ്പൊ ഇന്ത്യയായി. അയ്യോ ഇങ്ങനെയല്ല ഇന്ത്യ, ഇങ്ങനെയാണ് ഇന്ത്യ. കറക്റ്റ്, ഏകദേശം ഇല്ല. അപ്പൊ ഇന്ത്യ ഉണ്ട്. അപ്പൊ ഇതുണ്ട് ഇന്ത്യ. ആ ഇന്ത്യന്റെ ചുറ്റും എന്തുണ്ട്? നമ്മളെ അറേബ്യൻ സീ ഉണ്ട്, ബേ ഓഫ് ബംഗാളും ഉണ്ട്, കടലുണ്ട് അല്ലെ? അപ്പൊ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാല് സമ്മറിൽ, ഓക്കെ, ചൂട് കാലത്ത് ഇവിടെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. എന്റെ ചൂടില്, ദാറ്റ് ഈസ് സമ്മർ സീസണില് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ലാൻഡിന് ഒരു സ്വഭാവം ഉണ്ട്. എന്താ? പെട്ടെന്ന് ചൂടാവും. ഓക്കെ, ദാറ്റ് ഈസ് ഹീറ്റ് ഫാസ്റ്റ് അല്ലെ? ആരാ സംഭവിച്ച്? നമ്മുടെ സീനെ സംബന്ധിച്ച്. ഓക്കെ, സീനെ വെച്ച് നോക്കുമ്പോ ലാൻഡ് എന്താവും? പെട്ടെന്ന് ചൂടാവും. അപ്പൊ എന്താ? അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കൂലേ? ദാറ്റ് ഈസ് എന്റെ ഇന്ത്യയില് ടെമ്പറേച്ചർ നല്ല കൂടുതലായിരിക്കും. എന്നാൽ ഈ പറഞ്ഞ സീലോ ടെമ്പറേച്ചർ കുറവും. ഓക്കെ, അപ്പം നമ്മൾ വേറെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. ടെമ്പറേച്ചർ കൂടുമ്പം പ്രഷർ എന്താ സംഭവിക്കുക? കുറയും. ആൻഡ് ഇവിടെ ടെമ്പറേച്ചർ കുറയുമ്പോൾ പ്രഷർ എന്താവും? കൂടും, സീല്. ഓക്കെ, അപ്പൊ ടീച്ചർ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വിൻഡ് ഓൾവേസ് ബ്ലോ ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ. ഹൈ പ്രഷറിന് ലോ പ്രഷറിലേക്ക് മാത്രമേ വിൻഡ് ബ്ലോ ചെയ്യും. അപ്പൊ ഇവിടെ ഏതിലാ മക്കളെ ഹൈ പ്രഷർ ഉള്ളത്? യെസ്, എന്റെ കടലിലല്ലേ അല്ലെ? കടലിലാണ് ഹൈ പ്രഷർ ഉള്ളത്. കരയിലോ ലോ പ്രഷർ. സോ വിൻഡ് എവിടുന്ന അടുത്തേക്ക് ബ്ലോ ചെയ്യും? വിൻഡ് ഇതാ ബ്ലോ ചെയ്യുന്നതാണെന്നില്ല, ഇങ്ങനെ ആരോ മാർക്ക് ആണെന്നുണ്ടെങ്കിൽ കടലിന് കരയിലേക്ക്, സീന്ന് ലാൻഡിലേക്ക് വിൻഡ് ബ്ലോ ചെയ്യും. ഓക്കെ, ഏത് കാലഘട്ടത്തിൽ? സമ്മർ സീസൺ. മനസ്സിലായ? അപ്പൊ അങ്ങനെ ബ്ലോ ചെയ്യുന്ന വിൻഡ് ഇതൊരു മൺസൂൺ വിൻഡ് ആണ്. ഓക്കെ, മൺസൂൺ വിൻഡ്. ഈ മൺസൂൺ വിൻഡ് കടലിനല്ലേ വരുന്നത് അല്ലെ? അതുകൊണ്ട് തന്നെ എല്ലാ വെള്ളത്തിനെയും എടുത്തുകൊണ്ടാണ് കരയിലേക്ക് പോകുന്നത്, ലാൻഡിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്താ, അവിടെ ഈ വിൻഡ് ഇങ്ങനെ പെയ്യുന്ന മീൻസ് പോകുന്നേരം ലാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ അതെന്താവും? നല്ല മക്കളെ എല്ലാം മനസ്സിലാകട്ടെ. എന്റെ മക്കൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, ടീച്ചർക്ക് മനസ്സിലാകുന്നുണ്ട്, കാരണം ടീച്ചർക്ക് എന്നെ ഒന്നും മനസ്സിലാകുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഇതെല്ലാം മനസ്സിക്കട്ടെ. ഓക്കെ, സോ നമ്മള് പറഞ്ഞു വന്നത് ഇവിടുന്ന് ഇപ്പൊ എന്തായി? സംഭവം മനസ്സിലായല്ലോ. കടലിന് കരയിലേക്ക്, സീന്ന് ലാൻഡിലേക്ക് എന്താകുന്നുണ്ട്? വിൻഡ് ബ്ലോ ചെയ്യുന്നുണ്ട്. വിൻഡ് ബ്ലോ ചെയ്യുമ്പോൾ കൂടെ വാട്ടറും കൊണ്ടുപോകുന്നുണ്ട്. വാട്ടർ കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ ഇവിടെ എന്താവും? ലാൻഡിൽ നല്ല മഴ പെയ്ക്കും. ഓക്കെ, വെള്ളം അടങ്ങിയ വിൻഡാണ് പോകുന്നത്. സോ സമ്മർ സീസണില്, ഓക്കെ, സമ്മർ സീസണില് അടിക്കുന്ന മൺസൂൺ വിൻഡില്, ഓക്കെ, മൺസൂൺ വിൻഡ് എവിടുന്ന് അടുത്തേക്ക് അടിക്കാം? സീന്ന് ലാൻഡിലേക്ക് അടിക്കും. അതുകൊണ്ട് തന്നെ എന്താവും? ഇറ്റ് കോസസ് ഹെവി റെയിൻഫോൾ. ഓക്കെ, ഹെവി റെയിൻഫോൾ കോസ് ചെയ്യും. ഇത് ഇന്ത്യന്റെ കേസിൽ മാത്രമല്ല, ലോകത്തിൽ എവിടെയാണെങ്കിലും ഇതേ സാധനം നടക്കാൻ. ഓക്കെ, അവിടെ ഏത് മൺസൂൺ വിൻഡ്? ഇവിടെ ഒരു മൺസൂൺ വിൻഡ് ആണ് കാരണം. ഓക്കെ, അപ്പൊ മൺസൂൺ വിൻഡ് അടിക്കുന്ന സ്ഥലമാണ് എന്ത്? മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ. ക്ലിയർ? നമുക്ക് വിന്ററിൽ എന്താ സംഭവിക്കുന്നത് നോക്കാലോ. വിന്ററിൽ, ഓക്കെ, വിന്ററിൽ എന്താ സംഭവിക്കുക? വിന്ററിൽ ടീച്ചർ പറഞ്ഞു അവിടെ ലാൻഡ് പെട്ടെന്ന് കൂളാവും. ഓക്കെ, ലാൻഡ് പെട്ടെന്ന് കൂളാവുന്നു. ലാൻഡ് പെട്ടെന്ന് കൂളാന്ന് വെച്ചാൽ എന്താ? അവിടെ ടെമ്പറേച്ചർ എന്താണ്? ഭയങ്കര കുറവാണ്. ഓക്കെ, ലാൻഡില് ടെമ്പറേച്ചർ കുറവാണ്. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ കുറവ്. അപ്പൊ സീല് ടെമ്പറേച്ചർ കൂടുതൽ. ഓക്കെ, ലാൻഡിൽ ടെമ്പറേച്ചർ കുറവ്, സീല് ടെമ്പറേച്ചർ കൂടുതൽ. എന്നിട്ട് എന്താ സംഭവിക്കുക? യെസ്, പ്രഷർ എന്താവും? പ്രഷർ ഇവിടെ കൂടുതൽ, ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്ത് പ്രഷർ കൂടുതൽ, ഇവിടെ ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്ത് പ്രഷർ കുറവ്. അപ്പൊ ഇവിടെ എന്ത്? ഇപ്പം ലോ പ്രഷർ, ഇവിടെ ഹൈ പ്രഷർ. വിൻഡ് ഓൾവേസ് ബ്ലോ ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ. അപ്പൊ ഇപ്പൊ ഏടുന്നിടത്തേക്ക് ബ്ലോ ചെയ്യും വിന്റർ സീസണില്? യെസ്, ലാൻഡിൽ നിന്ന് സീയിലേക്ക് ബ്ലോ ചെയ്യും. ഓക്കെ, ഫ്രം സീ ടു ലാൻഡ്, സോറി, ലാൻഡ് ടു സീ ബ്ലോ ചെയ്യും. അപ്പൊ എന്റെ ചോദ്യം, നേരത്തെ ബ്ലോ ചെയ്യുമ്പം വെള്ളത്തിൽ നിന്ന് ബ്ലോ ചെയ്യുന്നോണ്ട് തന്നെ എന്താന്ന്? കുറെ അധികം വെള്ളം വിൻഡിലുണ്ട്. ഇപ്പം ലാൻഡിൽ നിന്ന് വരുന്ന നേരം വെള്ളം ഉണ്ടാവോ? ഇല്ല. അപ്പം ഈ വരുന്ന കാറ്റില് വെള്ളം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ലെസ് റെയിൻഫോൾ മാത്രമേ കോസ് ചെയ്യൂ, അല്ലെങ്കിൽ നോ റെയിൻഫോൾ ആണ് ഇതിന്റെ മീൻസ് എന്താ? റിസൾട്ട്. ഓക്കെ, സോ ഇവിടെ ഇതും എന്താണ്? മൺസൂൺ. പക്ഷെ എന്ത് വേണാടാ? ഇവിടെ എന്റെ ലാൻഡ് ഏരിയ ആയിട്ട് അടുപ്പം വേണം, എന്നാ മാത്രമേ കാര്യം നടക്കൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ സംഭവം നോക്കിയാലോ? നോക്കി മക്കളെ. യെസ്, മൺസൂൺസ് ആർ, ടീച്ചർ പറഞ്ഞ മൺസൂൺ ആർ സീസണൽ റിവേഴ്സൽ വിൻഡ് സിസ്റ്റം. ദാറ്റ് ഈസ് വിൻഡ് ആണ് എന്ത്? മൺസൂൺ.
മൺസൂൺ ഒരു വിൻഡ് ആണ്. ഇനി മൺസൂൺ വിൻഡ് എങ്ങനെയാ മൺസൂൺ വിൻഡ് ചെയ്യാം? യെസ്, ഇവിടെ സമ്മർ സീസണിൽ അത് സീന്ന് ലാൻഡിലേക്ക് ബ്ലോ ചെയ്യുന്നു ആൻഡ് കോസസ് റെയിൻ. ഇവിടെ സമ്മർ ടീച്ചർ കണ്ടിട്ടില്ല കേട്ടാ. അപ്പൊ സമ്മർ സീസണിൽ സീന്ന് ലാൻഡിലേക്ക് ബ്ലോ ചെയ്യുന്നു, റെയിൻ കോസ് ചെയ്യുന്നു. ഇനി വിന്റർ സീസണിലോ ലാൻഡ് സീയിലേക്ക് ബ്ലോ ചെയ്യുന്നു, ഡ്രൈ വിൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താ ലെസ് റെയിൻഫോൾ കോസ് ചെയ്യുന്ന വിൻഡ് ആണ്. ഇനി ഏത് റീജിയനെയാണ് മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറയല്? ഇങ്ങനെയുള്ള മൺസൂൺ വിൻഡിന്റെ എന്താ ആ ഒരു സ്ഥലം, മൺസൂൺ വിൻഡ് വന്ന് അടിക്കുന്ന സ്ഥലത്തിനാണ് എന്ത് മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓഫ് മൺസൂൺ വിൻഡ് വന്ന് വീഴുന്ന സ്ഥലമാണ് എന്ത് മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ. അപ്പൊ എന്താ അവിടെ നമ്മള് നേരത്തെ കണ്ടൊരു ഫിഗർ, നേരത്തെ ഫിഗർ ഓർമ്മ ഉണ്ടാക്കളെ? യെസ്, ഇവിടെ വെറും ഇന്ത്യയിൽ മാത്രമാണോ മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ? അല്ല, ആഫ്രിക്കയിലുണ്ട്, സൗത്ത് അമേരിക്കയിലുണ്ട്, നോർത്ത് അമേരിക്കയിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, ഈ പറഞ്ഞ ഏഷ്യയിലെ പല ഭാഗങ്ങളിലും ഉണ്ട്. ഓക്കെ, സോ സീനോട് അടുത്ത് കിടക്കുന്ന ഏത് ഭാഗത്തും നമുക്ക് എന്തുണ്ട് എന്ന് പറയാം? മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ ഉണ്ട് എന്ന് പറയാം. സെറ്റിൽ നോക്കളെ? ഓക്കെ, സോ ഇനി അടുത്തത് ഈ പറഞ്ഞ മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ പ്രത്യേകതകൾ. മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ എന്താന്ന് മനസ്സിലായി നോക്കുക. ഇനി ഇതിന്റെ മെയിൻ പ്രത്യേകത എന്താ? ഇവിടെ ടീച്ചർക്ക് ഒരു ഭൂമിയുണ്ട്, 2 മനുഷ്യന്മാരുണ്ട്. ഓക്കെ, ഇതാണ് എന്റെ ഡ്രാഗൺ കുട്ടി. ഓക്കെ, ഡ്രാഗൺ കുട്ടിയുണ്ട്, മനുഷ്യക്കുട്ടിയുണ്ട്. സോറി, അത് ഡ്രാഗൺ ആണോ? അത് സാധനം ഷാർക്ക് കുട്ടി. ഓക്കെ ഓക്കെ, ബേബി ഷാർക്കും ഉണ്ട്, ബേബി ബോയും ഉണ്ട്. ഓക്കെ, അപ്പൊ ബേബി ഷാർക്കും ബേബി ബോയും കൂടിയിട്ട് എന്താ ചെയ്യുന്നത് നോക്കാലോ? നോക്കിയാ മക്കളെ. എന്താ സംഭവിച്ചേ? രണ്ടും കൂടിയിട്ട് നമ്മുടെ ഇന്ത്യന്റെ 2 ഭാഗത്ത് പോയിട്ട് നിന്ന്. ഓക്കെ, അപ്പൊ ബേബി ഷാർക്ക് ഉള്ളത് ഇന്ത്യന്റെ നടുക്കും, ബേബി ബോയ് ഉള്ളത് നമ്മുടെ കടലിന്റെ അടുത്തുള്ള സ്ഥലത്തും. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കാം? ഇവിടെ പൊതുവെ ഞാൻ പറഞ്ഞു മീൻസ് സമ്മർ എന്തായിരിക്കും? നല്ല നമ്മുടെ ഈന്റെ ഇവിടെ നോക്കി നോക്കളെ. എന്റെ ഈ പറഞ്ഞ മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ നോക്കിക്കഴിഞ്ഞാല്, ഓക്കെ, ടീച്ചർ മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ ഒന്നും കാണുന്നില്ലടാ. ഓക്കെ, എല്ലാം വായിക്കട്ടെ, എന്നാലും നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ എടുത്തു കഴിഞ്ഞാല് നോക്കിയട്ടെ, ഇവിടെ ടീച്ചറ് ഞാൻ പറഞ്ഞു ഈ റീജിയനിലാണ് മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറഞ്ഞു. ഓക്കെ, ഇത് എവിടെയാടാ വരുന്നത്? 0 ഡിഗ്രിന്റെ അടുത്ത് തന്നെയല്ലേ ഈ സ്ഥലം വരുന്നത്, അല്ലെ? അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഒരു സണ്ണിന്റെ ചിത്രം വരച്ച ഓർമ്മ ഉണ്ടാവും. സൂര്യന്റെ ഡയറക്റ്റ് റേസ് വേർട്ടിക്കലി ഈ പറഞ്ഞ ഏടി അടിക്കുന്നുണ്ട് നമ്മുടെ മൺസൂൺ ക്ലൈമറ്റിക് ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയനിൽ അടിക്കുന്ന പോലെ തന്നെ മൺസൂൺ ക്ലൈമറ്റിക് റീജിയനിലും അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ സമ്മർ എന്തായിരിക്കും? ഭയങ്കര ലോങ് ആയിരിക്കും, കുറെ അധികം സമ്മർ സീസൺ ഉണ്ടാവും. എന്നാലോ നല്ല മഴയും ഉണ്ടാവും. ദാറ്റ് ഈസ് മൺസൂൺ ക്ലൈമറ്റ്. എന്താ നമ്മൾ സമ്മർ സീസണിൽ റെയിൻഫോൾ കോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് നമ്മളെ സമ്മർ എന്താണ് ഈ പറഞ്ഞ ലോങ് ആയിരിക്കും, ഹ്യൂമിഡ് ആയിരിക്കും, വിത്ത് ഹെവി റെയിൻഫോൾ, നല്ല മഴ ഉണ്ടാവും. ഓക്കെ, കാരണം എന്താ ഈ മൺസൂൺ വിൻഡ് വരുന്നുണ്ട്. ഇനി വിന്റർ ആണെങ്കിലോ തണുപ്പ് കാലം എന്ന് പറയുന്നത് ഭയങ്കര ഷോർട്ട് ആയിരിക്കും, പേരിനൊരു വിന്റർ സീസൺ ഉണ്ടാവും. ആടെയാണെങ്കിൽ എന്താ നോ റെയിൻഫോൾ, കാര്യമായിട്ട് മഴയുണ്ടാവും. ദാറ്റ് ഈസ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോകുന്ന സമയം, ലാൻഡിൽ നിന്ന് സീയിലേക്ക് കാറ്റടിക്കുന്ന സമയം. ഓക്കെ, ഇനി ഇവിടെ മെയിൻലി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നോക്കിയോ മക്കളെ, ലോ ഡയോണൽ ടെമ്പറേച്ചർ റേഞ്ച് ബിറ്റ്വീൻ ഇൻ കോസ്റ്റൽ ഏരിയാസ്. ഓക്കെ, ഇവിടെ ടീച്ചർ 2 നമ്മളെ മനുഷ്യക്കുട്ടിയുണ്ട്, MK മനുഷ്യക്കുട്ടി ആൻഡ് ഷാർക്ക് കുട്ടി SK. ഓക്കെ, MK ഉണ്ട്, SK ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ MK കടലിന്റെ അടുത്താണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം അതുള്ളത് കോസ്റ്റൽ റീജിയനിലാണ് ഉള്ളതെന്ന് പറയും. ഓക്കെ, എന്നാൽ SK ഉള്ളത് ഈ പറഞ്ഞ ഇന്റീരിയറിലാണ് ഉള്ളത്. ഇന്റീരിയർ ഉള്ളോട്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ ഉള്ളോട്ടുള്ളതാണ് എന്ത് ഈ പറഞ്ഞ SK ഷാർക്ക് കുട്ടി. അപ്പൊ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഈ MKക്ക് എപ്പോഴും കാറ്റടിക്കുന്നുണ്ട്, അല്ലെ? കടലിൽ നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ ഓനിക്ക് പകലായാലും രാത്രി ആയാലും നട്ടുച്ചയായാലും വൈകുന്നേരം ആയാലും ചൂടിന് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല, ഏകദേശം ഒരേ ടെമ്പറേച്ചർ ഉണ്ടാണ്. അപ്പോ ഇവന്റെ ടെമ്പറേച്ചർ നോക്കുമ്പോൾ ഞാൻ എന്തായാലും നട്ടുച്ചക്ക് ഇവന്റെ ടെമ്പറേച്ചർ നോക്കുന്നേരം ഒരു 28, രാത്രി നോക്കുന്നേരം അല്ലെങ്കിൽ ഒരു പകല് മീൻസ് എന്താ അവൽ സുബൈക്ക്, നമ്മളെ സുബൈക്ക് മുന്നേ നോക്കുന്നേരം ഏകദേശം 27. ഓക്കെ, നട്ടുച്ചക്ക് നോക്കുന്നേരം 28, 27. അപ്പൊ ഇവന്റെ മാക്സിമം ടെമ്പറേച്ചർ ആണ് 28. ഓക്കെ, അന്നത്തെ ദിവസത്തിന്റെ മാക്സിമം ടെമ്പറേച്ചർ ആണ് 28. മിനിമം ടെമ്പറേച്ചർ, ഇത് മാക്സിമം ടെമ്പറേച്ചർ, ഇത് മിനിമം ടെമ്പറേച്ചർ. അപ്പൊ നോക്കിയട്ടെ, നമ്മുടെ ഡയോണൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചില്ലേ? ഡയോണൽ ടെമ്പറേച്ചറിന്റെ ഇക്വേഷൻ എന്താ? മാക്സിമം ടെമ്പറേച്ചർ മൈനസ് മിനിമം ടെമ്പറേച്ചർ, അല്ലെ? അപ്പൊ എത്രയാ?
28 മൈനസ് 27 എത്രയാ? 1 ഡിഗ്രി. ഓക്കെ, ഒരു ഡയഗണൽ ടെമ്പറേച്ചർ എത്രയാ? 1 ഡിഗ്രി. ആരത്? കോസ്റ്റൽ റീജിയനിലുള്ള ഇവന്റ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഷാർക്കൂട്ടിക്ക് ഞാൻ ഉച്ചക്ക് നോക്കുമ്പം ഏകദേശം ഒരു 34 ഡിഗ്രി. ഓക്കെ, ഞാൻ രാവിലെ അതിന്റെ ടെമ്പറേച്ചർ നോക്കുമ്പോൾ ഏകദേശം ഒരു 27 ഡിഗ്രി. എന്നിട്ട് എന്താക്കി ഞാൻ ഇതിന്റെ ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ നോക്കി. ദാറ്റ് ഈസ് ഉള്ളിലുള്ള സാധനത്തിന്റെ ഡയഗണൽ റേഞ്ച് നോക്കിയത് എന്താ? 34 മൈനസ് 27 എത്രയാ? ദാറ്റ് ഈസ് 7 ഡിഗ്രി. ഡയഗണൽ റേഞ്ച് എത്രയാ? 7. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്. അപ്പൊ എന്റെ ചോദ്യം, കോസ്റ്റൽ ഏരിയയിൽ നിൽക്കുന്ന ആളുടെ ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണോ കുറവ്, അല്ലെങ്കിൽ ഇന്റീരിയർ റീജിയനിൽ നിൽക്കുന്ന ഡയഗണൽ റേഞ്ച് ആണോ കുറവ്? യെസ്, എവിടെയാ? കോസ്റ്റൽ റീജിയനിൽ. കാരണം എന്താ? കാറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, സീന്റെ തൊട്ടടുത്താണ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്ത്? ലോ ഡയഗണൽ ടെമ്പറേച്ചർ റേഞ്ച് ആണ് ഇവൻക്ക്. ലോ ഡയഗണൽ ടെമ്പറേച്ചർ ആണ് ഉണ്ടാവുക. എന്തുകൊണ്ട്? കാരണം ഓൻ കോസ്റ്റൽ ഏരിയയിലായുണ്ട്. ഇനി ഇന്റീരിയറിലായ ഇവനിക്കോ ഹൈ ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഉണ്ടാവും. 7 ഡിഗ്രി ഉണ്ട്. ദാറ്റ് ഈസ് നല്ല വ്യത്യാസം ഉണ്ടാവും മാക്സിമം മിനിമം ടെമ്പറേച്ചർ തമ്മിൽ. ഓക്കെ, അതുകൊണ്ടാണ് ഹൈ ഡയഗണൽ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താ? ഇവിടെ ഏകദേശം മഴന്റെ കണക്കും കാര്യങ്ങളാണ് പറയുന്നത്. അതങ്ങനെ പഠിക്കണമെന്നില്ല. ഓക്കെ, എന്നാൽ പഠിച്ചോ, ഞാൻ പറയാം, പഠിക്കണ്ടെന്ന് പറയുന്നില്ല. ഓക്കെ, സോ അതാണ് അത് പറയുന്നത്. കണ്ടാ, ഒരു ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ പോയി നോക്കുന്നത്, വൈ ഡസ് ഡിഫറൻസ് ഇൻ ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഒക്കെ? എന്തുകൊണ്ടാണ് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയനിൽ ഈ പറഞ്ഞ ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വ്യത്യാസപ്പെടുന്നത്? എന്താ മെയിൻലി? എന്താ ദ ഡിഫറൻസ് ഇൻ ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഇൻ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ? കാരണം എന്താ? ഡ്യൂ ടു പ്രോക്സിമിറ്റി ടു സീ ആൻഡ് ലാൻഡ്. പ്രോക്സിമിറ്റി എന്ന് വെച്ചാൽ എന്താ? അടുത്ത്. മീൻസ് എന്താ? നിയർനെസ്. ഓക്കെ, എന്തിന്റെങ്കിലും അടുത്ത്, സീന്റെ അടുത്തോ അല്ലെ ലാൻഡിന്റെ അടുത്തോ, അതിനനുസരിച്ചാണ് എന്ത് ഈ പറഞ്ഞ ഡയഗണൽ റേഞ്ച് മാറാം. അപ്പൊ അതിന്റെ ചോദ്യം, ഡയഗണൽ റേഞ്ച് കുറയുന്നത് സീന്റെ അടുത്ത് നിൽക്കുന്നവരാണോ ലാൻഡിൽ നിൽക്കുന്നവരാണോ? യെസ്, സീന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഡയഗണൽ റേഞ്ച് കുറയും. ദാറ്റ് ഈസ് പ്രോക്സിമിറ്റി ടു വാട്ടർ ബോഡീസ്. വെള്ളത്തിന്റെ അടുത്താണെങ്കിൽ ലോ ഡയഗണൽ റേഞ്ച്. ഇനി ഫാർ ഫ്രം കോസ്റ്റ്, ദാറ്റ് ഈസ് ഇന്റീരിയർ. കോസ്റ്റിൽ നിന്ന് ഭയങ്കര ദൂരെ അല്ലെങ്കിൽ നടുക്കാണ്, ഏതെങ്കിലും രാജ്യത്തിന് നടുക്കലുള്ള സ്ഥലമാണെങ്കിൽ എന്താവും? ഹൈ ഡയഗണൽ റേഞ്ച് ആയിരിക്കും. കാരണം എന്താ? അവിടെ കാറ്റ് കിട്ടുന്നില്ല. ഓക്കെ, ഈ കടലിൽ നിന്ന് വരുന്ന നല്ല സുഖങ്ങൾ. അതുകൊണ്ടല്ല നമ്മൾ ബീച്ച്, ഈ കാര്യമായിട്ട് നമ്മൾ ചൂടുകാലത്തെല്ലാം ബീച്ചിൽ പോകാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാ? അവിടെ നല്ല കാറ്റടിക്കും. എത്ര എന്താ നട്ടുച്ചയാണെങ്കിലും അവിടെ പോയൊരു സുഖം. ഓക്കെ, നേരെ മറിച്ച് നമ്മൾ പുറക്കിൽ നിൽക്കുന്ന എന്താ? ചൂടെടുത്ത് മരിക്കും. ഓക്കെ, സോ അതാണ് എന്ത്? അവിടെ ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഭയങ്കര കുറവാണ്. ആ ടെമ്പറേച്ചർ ഡിഫറൻസ് അങ്ങനെ അറിയൂല. ഓക്കെ, സോ അതാണ് മെയിൻലി നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആ രീതിയിൽ ആൻസർ നിങ്ങൾ ഓൺ വേർഡ്സിൽ എഴുതിയാൽ മതി, കാര്യം മനസ്സിലാക്കിയിട്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കി മക്കളെ. അടുത്തായിട്ട് നമുക്ക് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയന്റെ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം. മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറയുന്നതിലും റൈറ്റ് അബൌട്ട് ദ വെജിറ്റേഷൻ ഇൻ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് വയ്ക്കാം. അപ്പൊ അങ്ങനെ എടുത്ത് ചോദിക്കുന്നതാണ് ടീച്ചർ വെജിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ എന്താ ഈ വെജിറ്റേഷൻ? ദാറ്റ് ഇസ് പച്ചപ്പ്. ഓക്കെ, അടുത്ത അവസ്ഥ എന്താ? ഇവിടെ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയനില് ടീച്ചർ കണ്ട ഇവിടെ നല്ലൊരു കാട് എന്ന് പറയാൻ പോകുന്നത് മരം കണ്ട. ഓക്കെ, അപ്പൊ ഈ മരം നല്ല ചുവപ്പ് കളർ മരം. ടീച്ചർ ഉദ്ദേശിച്ചത് പച്ച കളറായിരുന്നു, പക്ഷെ എഡിറ്റ് ചെയ്ത് തന്നപ്പോഴേക്കും ചുവപ്പായി പോയതാ. ഓക്കെ, സോ നല്ല പച്ച കളർ മരമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പക്ഷേ ടീച്ചർ പറഞ്ഞ മീൻസ് ഉദ്ദേശിച്ച ഫാക്ട് എന്താ വെച്ചാൽ ഇവിടെ നിന്ന് കണ്ട മക്കളെ കുറെ നല്ല ഇലകളെല്ലാം ഇങ്ങനെ നിലത്ത് ഇങ്ങനെ വീഴുന്നത്. ഓക്കെ, അവിടെ ഈ നിലത്ത് വീണിട്ട് കണ്ട ഇങ്ങനെ കാട്ടം പോലെയാന്ന്. ഓക്കെ, ഇങ്ങനത്തെ മരയെല്ലാം ഉണ്ടെങ്കിൽ അപ്പോൾ എന്റെ മുമ്പിലും പറയും പൊത്തിക്കളനേക്ക്. ഓക്കെ, കാരണം എന്താ? അടിച്ചു തരുന്ന പണിയുണ്ട്. അപ്പൊ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നോക്കോ, ഈ പറഞ്ഞ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയനില് മെയിൻലി നല്ല കാറ്റടിക്കുന്ന സ്ഥലമാണ്. ഓക്കെ, നല്ല വെയിലും ഉണ്ട്. പക്ഷേ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലും ടീച്ചർ ഈ പറഞ്ഞ പോലെ നല്ല വെയിലും ഉണ്ടായിരുന്നു, കാറ്റില്ല. ഓക്കെ, നല്ല വെയിലുണ്ട്. പക്ഷെ അവിടെ പറഞ്ഞ സാധനം നല്ല മഴ, ഡെയിലി മഴയാണെന്ന് പറഞ്ഞു ഇക്വറ്റോറിയലില്. മൺസൂണില് പക്ഷേ ഡെയിലി മഴയാണോ? അല്ല, സമ്മറിൽ മഴയുണ്ട്, പക്ഷെ വിന്റർ എത്തുമ്പോഴത്തേക്കും മഴയില്ല. മഴ വരുന്നു, മഴ പോകുന്നു, മഴ വരുന്നു, മഴ പോകുന്നു. സോ അവിടെ എന്താ? റെയിൻഫോൾ കാലാകാലം കിട്ടുന്നില്ല, പക്ഷെ വെയില് കാലാകാലം ഉണ്ട്. ഓക്കെ, നല്ല വെയിലുണ്ട്, പക്ഷേ ഇടക്കിടക്ക് മഴ വന്ന് പോയി കളിക്കുന്നു. അവിടെ അപ്പൊ എന്റെ ചോദ്യം, എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ടാവോ ഇക്വറ്റോറിയലുള്ള പോലെ? ഇല്ല. ഇവിടെയുള്ള ഫോറസ്റ്റിന്റെ പേരാണ് ഡെസിഡിയസ് ഫോറസ്റ്റ് എന്ന് പറയും. എന്താണ്? ഡെസിഡിയസ് ഫോറസ്റ്റ്. എന്താ ഡെസിഡിയസ് ഫോറസ്റ്റ് വെച്ചാല് ടീച്ചർ പറഞ്ഞ സാധനം തന്നെ. എന്ത്? ദാറ്റ് ഈസ് ഇലകൾ പൊഴിക്കുന്ന മരങ്ങൾ. ഓക്കെ, ഈ പറഞ്ഞ വിന്റർ ആയിക്കാൻ എന്താവും? ഇല എല്ലാം പൊഴിച്ചിട്ട് വെറും എല്ലും തോലും പോലെ ആവും, തീരെ ഇലയില്ലാത്ത അവസ്ഥ. ഓക്കെ, സോ അങ്ങനെ ഇലകൾ, ട്രീസ് അതിന്റെ ലീവ്സ് ഷെഡ് ചെയ്യാന്ന് പറയും. ഓക്കെ, പൊഴിക്കുന്നതിന് എന്താ പറയാ? ട്രീസ് ഷെഡ് ദിയർ ലീവ്സ് ഡ്യൂറിങ് ദിസ് ക്ലൈമാറ്റിക് റീജിയൻ. ഈ ക്ലൈമാറ്റിക് റീജിയന്റെ സമയത്ത് എന്താവും? ഈ പറഞ്ഞ ട്രീസ് എന്താക്കും? അതിന്റെ ലീവ്സ് ഷെഡ് ചെയ്യും. അങ്ങനെയുള്ള ട്രീസിന് വിളിക്കുന്ന പേരാണിത്
ഡെസിഡിയസ് ട്രീസ്. എന്നാലോ ഡെൻസ് ഫോറസ്റ്റ് ആണ്, നല്ല തിങ്ങി നിറഞ്ഞ കാടും ഉണ്ടാവും. ഓക്കെ, കാരണം എന്താ, ഹൈ ടെമ്പറേച്ചറും എന്നാൽ ഹൈ റെയിൻഫോൾ എന്ന് പറയില്ല, ഇടക്കിടക്കുള്ള റെയിൻഫോൾ ഉണ്ട്. ഓക്കെ, അവിടെ എന്താ ചില സ്ഥലത്ത് എവർഗ്രീൻ ആയിരിക്കും, എന്നാൽ മെജോറിറ്റി ഡെസിഡിയസ് ആണ്. ഓക്കെ, എവർഗ്രീൻ ചില സ്ഥലത്ത് മീൻസ് അത് എഴുതുന്നില്ല. ഡെസിഡിയസ് ഫോറസ്റ്റ് ഉണ്ടാവും. അതിനെ എന്ത് പേരിലും വിളിക്കും, മൺസൂണിൽ ഉണ്ടാകുന്ന ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ മൺസൂൺ ഫോറസ്റ്റ് വിളിക്കും. അതേപോലെ തന്നെ ചൂടോടടങ്ങിയ ഇല പൊഴിക്കുന്ന കാടുകളായതുകൊണ്ട് ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റും വിളിക്കാറുണ്ട്. ഈ രണ്ട് പേരിലും ഇത് അറിയപ്പെടും. ഓക്കെ, സോ ആ പേരുകൾ എന്റെ മക്കൾ പഠിക്കാം. ഓക്കെ, അപ്പൊ ആലോചിക്കേണ്ടെന്താ, മൺസൂണിൽ നല്ല ചൂടുണ്ട്, പക്ഷെ ഇടക്കിടക്ക് മഴ പോയി വന്ന് കളിക്കുന്നതുകൊണ്ട് എന്താ, മരങ്ങൾ ഇല പൊഴിക്കും. ഓക്കെ, സോ ഇറ്റ് ഇസ് കോൾഡ് ഡെസിഡിയസ് ഫോറസ്റ്റ്. ഓക്കെ, ഇനി അടുത്ത് നോക്കി മക്കളെ, അടുത്തായിട്ട് അവിടുത്തെ വേറൊരു പ്രത്യേകത, ഇവിടെ എന്താ മഴക്ക് മഴ ഉണ്ട്. ഓക്കെ, പിന്നെ വെയിലിന് വെയിലുണ്ട്. ഓക്കെ, ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഉണ്ട്. മഴയാണെങ്കിൽ എപ്പോഴൊന്നും മഴയല്ല. ഓക്കെ, ഇടയ്ക്ക് മഴ വരുന്നത് പോകുന്നത്. ഇതെല്ലാം കേട്ട് നോക്കുമ്പോ ഏകദേശം നമ്മളുമായിട്ട് കണക്ഷൻ ഇല്ലേ? ടീച്ചർ ആദ്യം മീൻസ് എന്താ, നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലെല്ലാം മെയിൻലി എന്താ നമ്മളെ സ്ഥലം കാണിച്ചില്ലേ? ദാറ്റ് ഈസ് മൺസൂൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആരോ ഓർമ്മ വരും, ഇന്ത്യ ഓർമ്മ വരും അല്ലെ? സോ ഇന്ത്യ അത്രയും ആൾക്കാര് ഇഷ്ടപ്പെടും. ഞാൻ വരക്കം തോറും എന്താണ് മാറിക്കളിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഇന്ത്യ അത്രയും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടാൻ കാരണം എന്തുകൊണ്ടാ, അവിടെ മഴക്ക് മഴയുണ്ട്, വെയിലിന് വെയിലും ഉണ്ട്, എന്നാൽ മഴ നിന്ന് പോയി കളിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സ്ഥലത്ത് അധികം ആൾക്കാർ തിങ്ങി നിറയുന്ന സ്ഥലമാണ്. ദാറ്റ് ഈസ് പോപ്പുലേഷൻ ഭയങ്കര കൂടുതലാണ്. ഓക്കെ, ഈ സ്ഥലത്ത് നിന്നാണ് പോപ്പുലേഷൻ ഭയങ്കര കൂടുതലാണ്. ചൈന, ഈ സ്ഥലം ഇടയില്ലാതെ വരാറ്, ഒന്ന് ചൈന, ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ചൈന, പിന്നെ ഇന്ത്യ, പിന്നെ റഷ്യ, മീൻസ് ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ഈ പറഞ്ഞ എന്ത് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയനിൽ വരും. സോ ഹൈ പോപ്പുലേഷൻ ആണ്. ഇനി പണിയെടുക്കാൻ ആളുണ്ട്, മഴക്ക് മഴ ഉണ്ട്, വെയിലിന് വെയിലുണ്ട്. അപ്പൊ ഏറ്റവും നല്ല എന്താ, അവിടെ അഗ്രികൾച്ചർ ചെയ്യാം. ഞണ്ണണ്ടേ, ഈ പറഞ്ഞ ആൾക്കാർക്കെല്ലാം തിന്നാൻ സാധനം വേണ്ടേ, അവിടെ എന്ത് വേണം, അഗ്രികൾച്ചർ വേണം. ഓക്കെ, സോ അഗ്രികൾച്ചർ എന്താണ്, ഇന്റൻസീവ് ആണ്. ആവശ്യത്തിനുള്ള അഗ്രികൾച്ചർ എല്ലാം ആട് തന്നെ ചെയ്തുണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അതും എന്തിന്റെ പ്രത്യേകതയാണ്, മൺസൂൺ ക്ലൈമാറ്റിക് റീജിയന്റെ പ്രത്യേകതയാണ്. ഇനി അടുത്തേക്ക് നോക്കിക്കോക്കളെ, ഇവിടെ എന്തെല്ലാം മീൻസ് ഞാൻ പറഞ്ഞു അഗ്രികൾച്ചർ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അവിടെ എന്തെല്ലാം സാധനങ്ങളായിരിക്കും അഗ്രികൾച്ചർ ചെയ്യുന്നുണ്ടാ? ശ്രദ്ധിച്ച, അവിടെ ഈ പറഞ്ഞ സാധനം എല്ലാമാണ് അഗ്രികൾച്ചർ ചെയ്യുന്നത്. ഓക്കെ, ഇവരെയാണ് ട്രോപ്പിക്കൽ ക്രോപ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് അങ്ങനെ തന്നെ എന്റെ മക്കള് പഠിക്കണം. ഓക്കെ, പഠിക്കാൻ ടീച്ചർ ഒരു ചെറിയൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ, ദാറ്റ് ഈസ് ഒരു കണക്ട് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, ഈ ക്രോപ്സ് പഠിക്കാനുള്ള ടെക്നിക്കാണ്. നോക്കോ, ഇതാണ് എൻ്റെ കഥയിലെ നായകൻ. ഓക്കെ, കഥയിലെ നായകനോട് ഒരു പ്രാവശ്യം നായിക പറഞ്ഞു, നായികനെ കാണുന്നില്ലടാ. ഓക്കെ, അപ്പോ കഥയിലെ നായകനോട് ഒരു പ്രാവശ്യം, നായിക കുറച്ച് കഴിഞ്ഞിട്ട് വരുവേ. ഓക്കെ, അത് ടീച്ചറോട് അവിടെ വെക്കാൻ പറഞ്ഞതല്ല. കഥയിലെ നായിക പറയും, എന്തേ വീട്ടില് അരി തീർന്നുപോയി. ഓക്കെ, അരി തീർന്നുപോയി, പോയിട്ട് അരി വാങ്ങിയിട്ട് വന്നു. അങ്ങനെ എന്താക്കി നമ്മളെ നായകൻ നല്ല കോട്ടും സൂട്ടെല്ലാം ഇട്ട് നല്ല മൊഞ്ചായി. ഓക്കെ, കോട്ടും സൂട്ടെല്ലാം ഇട്ട് മൊഞ്ചായി. അവിടെ നല്ല കോട്ടന്റെ ഷർട്ട് ഇട്ടു. എന്തിട്ടു? കോട്ടന്റെ ഷർട്ട് ഇട്ടു. ഓക്കെ, കോട്ടന്റെ ഷർട്ട് ഇട്ടു. എന്നിട്ട് റേഷൻ പീടിയെ പോയി നോക്കുന്നേരം അവിടെ ഉണ്ട് ചാക്ക്. ഓക്കെ, ചാക്ക് എന്ന് പറയുന്നത് എന്താണ് സാധനം? ചാക്ക് ഇസ് ജൂട്ട്. എന്നിട്ട് റേഷൻ പീടിയിൽ എന്തുണ്ട്? ചാക്കുണ്ട്, ജൂട്ടുണ്ട്. ഓക്കെ, ചാക്കിൽ എന്താ ഉള്ളത്? അരി. എന്താ ഉള്ളത്? അരി. അപ്പൊ എന്താ ഉള്ളത്? നമ്മളെ കുട്ടപ്പൻ റേഷൻ പീടിയെ പോയി ഡ്രസ്സെല്ലാം ഇട്ട്, കോട്ടൺ ഡ്രസ് ഇട്ട് റേഷൻ പീടിയെ പോയി. അവിടെ കണ്ടു ചാക്ക്, ജൂട്ടിന്റെ ഉള്ളിൽ അരി. അങ്ങനെ എന്തായി? ഈ പറഞ്ഞ അരിയെല്ലാം വാങ്ങി പുരക്ക് വന്നേരം അതാ ഓളുണ്ട് അവിടെ കിടക്കുന്നു. ഓക്ക് ഭയങ്കര സന്തോഷമായി. പറഞ്ഞ പോലെ കേട്ടില്ലേ? ഓൾ പറയുമ്പോഴത്തേക്കും എന്തായി? ഈ പറഞ്ഞ മാപ്പിള അരിയും കൊണ്ടുവന്ന്, ചാക്കരിയും കൊടുത്തിട്ട് വന്നേരം ഓൾ എന്താക്കി? ഓൾ ആ സന്തോഷത്തില് അങ്ങ് ചായ ഉണ്ടാക്കി കൊടുത്ത്. എന്തുണ്ടാക്കി കൊടുത്ത്? ചായ ഉണ്ടാക്കി കൊടുത്ത്. അപ്പൊ എന്തെല്ലായി? കോട്ടൺ ഡ്രസ് ഇട്ടിട്ട് പോയി, റേഷൻ പീടിയെ പോയാലും അരി, ചാക്ക്, ജൂട്ട്, അരി വാങ്ങി. അങ്ങനെ ഓൾ ആ സന്തോഷത്തിന് ചായ കൊടുത്ത്. ചായ അങ്ങ് വായിൽ വെക്കുമ്പോഴത്തേക്ക് നോക്കിയാട്ടെ, നമ്മുടെ കുട്ടപ്പന്റെ ഫ്യൂസ് അങ്ങ് പോയി. ഓക്കെ, കാരണം എന്താ? മധുരിച്ചിട്ട് വയ്യ. ഓക്കെ, ഭയങ്കര മധുരം. ഓക്കെ, ഭയങ്കര മധുരം. അപ്പോഴെന്തായി? അങ്ങനെ ഓക്ക് വിഷമായി. കാരണം എന്താ? സ്നേഹത്തോടെ കൊണ്ടുകൊടുത്തിട്ട് നോക്കുന്നവരെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ. അപ്പോഴെന്തായി?
ഓള് ആ ദേഷ്യം അങ്ങ് മാറ്റാൻ വേണ്ടിട്ട് എന്തായി, അടുത്തതായിട്ട് അതാ ചായ മീൻസ് ചായക്ക് പകരം കോഫിയും കൊണ്ടുവന്ന് ഇപ്പൊ എന്തായി, വാ ഓളോട് പെരുത്തിഷ്ടം. ഓക്കെ, ഭയങ്കര സ്നേഹം. അപ്പൊ എന്തെല്ലാം സംഭവിച്ച, നമ്മള് കോട്ടൺ ഡ്രസ് ഇട്ട് റേഷൻ പീടിയെ പോയി ആടെ ജൂട്ട് കണ്ടു. ഓക്കെ, ചാക്ക് കണ്ടു. ചാക്കില് അരിയുണ്ട്. അരി എടുത്ത് വീട്ടിൽ വന്നപ്പോ എന്തായി, ഭാര്യ സന്തോഷത്തിൽ ചായ ഉണ്ടാക്കി. ചായയിൽ ഭയങ്കര മധുരിച്ചിട്ട് ലാസ്റ്റ് എന്തായി, കോഫി മതി എന്ന് പറഞ്ഞു, കോഫി ഉണ്ടാക്കി കൊടുത്തു. ഈ സാധനം എല്ലാം പഠിച്ചില്ലേ? ഒന്ന് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്ത് നോക്കിയിട്ട്. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് കോട്ടൺ അല്ലെ, കോട്ടൺ, പിന്നെ ജൂട്ട്, റൈസ്, പിന്നെ ടീ, ഷുഗർ കെയിൻ, കോഫി. ഇതൊക്കെയാണ് എന്ത്, നമ്മുടെ ട്രോപ്പിക്കൽ ക്രോപ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, എന്താണ് ട്രോപ്പിക്കൽ ക്രോപ്സ് എന്ന് അറിയപ്പെടുന്നത്? കാരണം എന്താ, ട്രോപ്പിക്കൽ എന്ന് വെച്ചാൽ ചൂട്. ഓക്കെ, ചൂടുള്ള സമയത്ത് ഉണ്ടാവുന്ന ക്രോപ്സ് ഒക്കെയാണ് ഇത്. ഇത് എവിടെ ഉണ്ടാവും? മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ ഉണ്ടാവും. സോ ഇതാണ് നിങ്ങൾക്ക് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയനെ കുറിച്ച് പഠിക്കാനുള്ള കാര്യങ്ങൾ. അപ്പൊ എന്തൊക്കെ പഠിച്ചു മക്കളെ? മീൻസ് അത് എവിടെയാണ് അടിക്കുക? മെയിൻലി സീ ഭാഗത്താണ് അടിക്കുക. അവിടെ കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടാവും, ഡെസിഡിയസ് ഫോറസ്റ്റ് ഉണ്ടാവും, ഇന്റൻസീവ് അഗ്രികൾച്ചർ ഉണ്ട്, പിന്നെ ട്രോപ്പിക്കൽ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യപ്പെടും, പിന്നെ വിന്ററിലൊരു സ്വഭാവം, സമ്മറിലൊരു സ്വഭാവം. ഓക്കെ, പിന്നെ എന്തുകൊണ്ട് ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വ്യത്യാസപ്പെടുന്നു രണ്ട് റീജിയനും. എല്ലാം മനസ്സിലായല്ലോ? സെറ്റ് അല്ല മക്കളെ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ രണ്ട് ക്ലൈമാറ്റിക് റീജിയനും നല്ല രീതിയിൽ മനസ്സിലായിരിക്കുന്നു. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത രണ്ട് ക്ലൈമാറ്റിക് റീജിയൻ ആയിട്ട് നോക്കാം. ഓക്കെ, ബൈ.